ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് പോലീസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് നിർഭയ നിശ രാത്രി നടത്തം സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകളിൽ സുരക്ഷയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിനായാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നിർഭയ നിശ രാത്രി നടത്തം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട്ട് നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നിർഭയ നിശ കേരള പോലീസിന്റെ ഒരു പുതിയ പദ്ധതിയാണ്. ഇതിന്റെ ഉദ്ദേശം നൈറ്റ് സമയം നമ്മളെല്ലാവരും പ്രത്യേകിച്ച് വനിതകൾ നൈറ്റ് ജോലിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയോ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാകും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ ERSS സിസ്റ്റം, എമർജൻസി റെസ്പോൺസ് സിസ്റ്റം, ഏതെങ്കിലും 112 വിളിക്കാൻ പറ്റും. ഓർ അതർവൈസ് കേരള പോലീസിൻ്റെ ആപ്പ് ഓലാപ്പിനകത്ത് SOS ബട്ടൺ, എമർജൻസി ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്താൽ എത്രയും പെട്ടെന്ന് പോലീസ് അവിടെ എത്തിച്ചേർന്ന ഒരു ചെറിയ ഒരു പരിപാടിയാണ്. ഇതിൽ പറയാനുള്ളത്, കാസർഗോഡ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് കാസർഗോഡ് പോലീസ്. എവിടെ ഇന്ന് 112 വിളിച്ചാലും 6 മിനിറ്റ് എവിടെ വേറെ ജില്ലയിൽ വേറെ സംസ്ഥാനത്ത് വേറെ ഈ ജില്ലയിലില്ല. അഡീഷണൽ SP CM ദേവദാസൻ അധ്യക്ഷത വഹിച്ചു. രാത്രികാലങ്ങളിൽ ഭയമില്ലാതെ സഞ്ചരിക്കാനുള്ള സ്ത്രീകളുടെ അവകാശത്തെ ഉയർത്തിപ്പിടിച്ചായിരുന്നു കൂട്ടനടത്തം. നിർഭയ നിശ പരിപാടിയോടനുബന്ധിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലീസിന് സഹായം തേടാൻ സഹായിക്കുന്ന ആപ്പിനെക്കുറിച്ച് അവബോധം നൽകി. തുടർന്ന് ആപത്ഘട്ടങ്ങളിൽ എങ്ങനെ SOS സംവിധാനം പ്രവർത്തിപ്പിക്കാമെന്നതിന്റെ വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തു. സ്വയം പ്രതിരോധ പരിശീലനം, കളരിപ്പയറ്റ്, ബോക്സിംഗ് പ്രദർശനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഷെരീഫ്, സിനി ആർട്ടിസ്റ്റ് നന്ദന, എഴുത്തുകാരി CP ശുഭ, DYSP KP സുരേഷ് ബാബു, നാർക്കോട്ടിക് DYSP KA ബോസ്, ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ K ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. സെൻട്രൽ യൂണിവേഴ്സിറ്റി, കുടുംബശ്രീ, അംഗനവാടി, വനിതാ മിത്രം വിഭാഗങ്ങളിലെ നൂറുകണക്കിന് വനിതകൾ രാത്രി നടത്തത്തിൽ അണിചേർന്നു. കാസർഗോഡ് വനിതാ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജിത സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.